ചേവാറിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ പാമ്പ്. ഓട്ടോറിക്ഷ ഡ്രൈവറായ പിയൂസിന്റെ കയ്യിൽ പാമ്പ് ചുറ്റിക്കയറി. ഓട്ടോ നിർത്തിയ ശേഷം പാമ്പിനെ പുറത്തേക്ക് എറിയുകയായിരുന്നു. വാഹനത്തിൽ യാത്രക്കാരുള്ളപ്പോഴാണ് പാമ്പിനെ കണ്ടത്. ഇതൊന്ന് പറഞ്ഞില്ല, ഓട്ടോറിക്ഷ ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചോ? എല്ലാവരോടും വാഹനമുള്ള എല്ലാവരും എവിടെ മഴക്കാലത്ത് നിർത്തിയിട്ട രാവിലെ വണ്ടി ചെക്കപ്പ് ആക്കിയിട്ട് വണ്ടി ഓട്ടിയാൽ മതി. അയോടെ സംഭവത്തിൽ ഇത് ഇപ്പൊ ചെറിയ വലിയ വിഷമില്ല, ഇത് കാട്ടുപാമ്പാണ്. അതെവിടെ സംഭവം? അപ്പൊ അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായിട്ട് പാമ്പിനെ കണ്ടെത്തിയത് ശരി. ഇദ്ദേഹത്തിന് ഈ പാമ്പിനെ ഒരു പേടിയുമില്ലേ? ചേവർ ഓട്ടോ ഡ്രൈവർ അപ്പൊ വണ്ടിയിലുള്ള അത് നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ ഒരു സ്നേക്ക് റെസ്ക്യൂവറെ പിന്നീട് വിളിച്ചു വരുത്തി പാമ്പിനെ പിടികൂടിയതാണ്. ഓട്ടോ ഡ്രൈവർ പിയൂസ് ശരിക്കും പേടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ചേവാർ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഓട്ടോ വിളിക്കുന്നത്. യാത്രക്കാരുണ്ടായിരുന്നു, 2 യാത്രക്കാരായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. മറ്റൊരു സ്ഥലത്തേക്ക് ഇത് ഓട്ടോറിക്ഷ പോയി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ഈ കൈയുടെ ഒരു ഭാഗത്ത് ഒരു തണുപ്പ് അനുഭവപ്പെട്ടത്. അങ്ങനെയാണ് പിയൂസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചത്. അതിനിടെ ഈ പാമ്പ് ഇഴഞ്ഞ് കൈയിലേക്ക് ചുറ്റുന്നത് പോലെ കൃത്യമായി കണ്ടു. അങ്ങനെയാണ് പെട്ടെന്ന് ഈ സഡൻ ബ്രേക്ക് ഇട്ട് ഓട്ടോറിക്ഷ നിർത്തുകയും ആ കൈ കുടഞ്ഞ് പുറത്തേക്ക് ഈ പാമ്പിനെ എറിയുകയും ചെയ്തത്. അതിനുശേഷം ഈ യാത്രക്കാരെ ഉൾപ്പെടെ സുരക്ഷിതരാക്കിയതിനു ശേഷമാണ് ഈ പാമ്പ് റെസ്ക്യൂറെ വിളിച്ചു വരുത്തി, സ്നേക്ക് റെസ്ക്യൂറെ വിളിച്ചു വരുത്തിയത്. പിന്നീട് ഇത് ഇഴഞ്ഞ് ഈ ഓട്ടോറിക്ഷയിലേക്ക് തന്നെ, ഓട്ടോറിക്ഷയുടെ ഒരു ഭാഗത്തേക്ക് തന്നെ ഇത് ഇഴഞ്ഞ് കയറുകയായിരുന്നു. അതിനുശേഷം ഈ റെസ്ക്യൂർ എത്തി പാമ്പിനെ പിടികൂടിയതിനു ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടലാണ്. വലിയ വിഷമുള്ള പാമ്പല്ല എന്നതാണ് ആ റെസ്ക്യൂർ പറയുന്നത്. നേരിയ വിഷമുള്ള ഒരു കാട്ടുപാമ്പാണ് എന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മഴക്കാലത്തൊക്കെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പാമ്പുകളൊക്കെ ഈ വാഹനത്തിന്റെ ഉള്ളിലൊക്കെ കയറിക്കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. എന്തായാലും പെട്ടെന്ന് തണുപ്പ് അനുഭവപ്പെട്ട് ശ്രദ്ധിച്ചതുകൊണ്ട് ആ പാമ്പിനെ കുടഞ്ഞെറിയാൻ, പുറത്തേക്ക് എറിയാൻ പിയൂസിന് സാധിച്ചു. യാത്രക്കാരും സുരക്ഷിതരാണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്.